കൊല്ലപ്പള്ളി 5-ാം മൈലിലെ തോടും അതിൻ്റെ വിവരങ്ങളും ഒക്കെ വെള്ളപ്പൊക്കത്തിന് ശേഷം എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി പോയതാണ്. എനിക്ക് പാലായിലെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ശ്രദ്ധയെങ്കിലും പപ്പായെ സംബന്ധിച്ച് പപ്പായയുടെ പഴയ വീടിരിക്കുന്ന സ്ഥലവും അവിടുത്തെ തോടും ഒക്കെയാണ് അതിനെപ്പറ്റിയുള്ള ചിന്തകളായിരുന്നു. എന്നോട് പറഞ്ഞു വേഗം നമുക്കൊന്ന് പോകണോടാന്ന് പറഞ്ഞു. വെള്ളം ഇച്ചിരി താന്നപ്പോഴേ പോയി. അവിടെ ഒരു നടപ്പാലമൊക്കെ ഉണ്ട്, നല്ല രസമുള്ള നടപ്പാലമാണ്. ആ നടപ്പാലത്തിൽ കയറി ചേർന്ന് നിന്നിട്ട് പപ്പ പറഞ്ഞു വേഗം ഇറങ്ങിപ്പോയേക്കാം, നമ്മുടെ പാലം എങ്ങാനും പോയാലോ എന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് നാളുകൾ കൂടിയാണ് അതിലേ പോകുന്നത്. അവിടെ തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന അതാണ്. തെങ്ങ്, കമുകും അതുപോലെ കുറച്ച് റബ്ബറും ഒക്കെ ഉണ്ട്. തോടിൻ്റെ എൻഡിയിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന മരങ്ങളും ഒരു 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 പ്രത്യേക ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഈ പറമ്പ് ഇതിന് ചുറ്റും ഒരു 4 ഏക്കറോളം വരുന്ന സ്ഥലമാണ്. ഇതിന് ചുറ്റിനും ഒരു ദ്വീപ് പോലെയാണ്. ദ്വീപ് എന്ന് പറയുമ്പോൾ 3 വശവും നമുക്ക് അവിടെ ആ ഒരു റബ്ബർ തോട്ടമാണ്. അതിന് വെള്ളം കൊണ്ട് 3 വശവും തോടാണ്. എന്നാൽ പറമ്പിൽ അങ്ങനെ വലിയ വെള്ളമൊന്നും കയറുകയില്ല. അവിടെ റബ്ബറിൻ്റെ ഒരു കുറച്ച് ഭാഗത്ത് ചോട്ടിക്കൂടെ വെള്ളം ഒഴുകി ചിരട്ട ഒഴുകി പോവുകയും ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആ തോടും കാഴ്ചകളും ഒക്കെ ഇടയ്ക്ക് എല്ലാം പോകുന്നതാണ്. ഞാൻ അവിടെ തോട്ടിലൊക്കെ ചാടുന്നതായിരുന്നു നേരത്തെ. മരങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു തോടാണ്. ഇവിടെ ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്, അതാണ് സൈഡിൽ കാണുന്നത്. അതിൻ്റെ കിണറാണ്. ഇങ്ങനെ ഉള്ള ഒരു ചെറിയ മുളങ്കാടും ഒക്കെ അവിടെയുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ള ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് പാലത്തേലൊക്കെ കയറി അവിടെ കണ്ടിട്ട് ആൾക്കാരൊന്നും ഈ ഭയങ്കര മഴയായതുകൊണ്ട് വഴി കൂടെ ഒന്നും ആരുമില്ല. പണ്ടൊക്കെ അവിടെ വീട്ടിൽ എപ്പോഴും വഴിയെ ഒത്തിരി പേര് നടന്നു പോകുന്ന ഒരു വഴിയായിരുന്നു. അതുകൊണ്ടാണ് നടപ്പാലം അവിടെ ഉള്ളത്. അവിടെ ഒരു വലിയ പാലമൊക്കെ തീർക്കാനുള്ള വീതിയിൽ റോഡിന് സ്ഥലമൊക്കെ വിട്ട് നൽകിയിട്ടാണ് ഞാൻ അവിടുന്ന് പാലായിക്ക് പോന്നിരിക്കുന്നത്. 10 അടി വീതി ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിലും വീതി ഇട്ട് കൊടുക്കാം നാട്ടുകാർക്ക്. ഇതാണ് ആ മുളങ്കാട്. ഞങ്ങളുടെ കോമ്പൗണ്ട് സ്ഥലത്തിൻ്റെ സൈഡിലുള്ള വലിയ മുളങ്കാടാണ്. ഒത്തിരി മുള അവിടെ ഇങ്ങനെ വളർന്നിരിക്കും. അതിൻ്റെ ചുവട്ടിലൊക്കെ വേനൽക്കാലത്ത് പോയിരിക്കാനൊക്കെ നല്ല രസമാണ്. ഞങ്ങളുടെ അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഞാനിപ്പോഴും അവിടെ പോകുമ്പോൾ ഉള്ള ഔട്ട് ഹൗസാണ്. അവിടുത്തെ കോഴീനെ വളർത്തുന്നുണ്ട് അവിടെ ഒരു ജോലിക്കാരന്. കോഴി നമ്മൾ പറയല്ലേ, ഒരു പൂവൻ 2 പിട, അങ്ങനെ അത്രയും പേരേ ഉള്ളൂ. അവരെന്നെ കണ്ടപ്പം കുണുങ്ങി അവരുടെ കൂട്ടിലേക്ക് പോവുകയാണ്. ചേട്ടൻ എന്നെ ശല്യപ്പെടുത്തിയല്ലേ എന്നുള്ള ഒരു പോക്കാണ് കാണുന്നത്. ഇവർ ഏതായാലും എൻ്റെ ഒരു മേശയുണ്ട്, അവിടെ പോയി ഇരിക്കുമ്പോൾ ആ മേശ കയറി ഇരിക്കുമായിരുന്നു എല്ലാവരും കൂടി. ഓക്കെ, അവരങ്ങനെ അവരുടെ ആ പ്രൈവസിയെ അവരെ പ്രൈവസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു മഴക്കാലത്ത് നമുക്കെപ്പോഴും നമ്മുടെ പറമ്പൊക്കെ എങ്ങനെ കിടക്കുന്നു എന്ന് കാണാൻ വേണ്ടി പോയെന്നേ ഉള്ളൂ. ഇങ്ങനെ ഉരുളുപൊട്ടി പോലെ പാട് കാണുന്നുണ്ട്. ഉരുളൊന്നും പൊട്ടി നല്ല കേട്ടോ. ഓക്കെ, വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുന്നു.